നമസ്കാരം. രാമായണ മാസത്തിൽ രാമകഥകളെക്കുറിച്ച് ചിന്തിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിലെ അയോധ്യാകാന്ഡത്തെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൽ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും പ്രവേശിച്ചിരിക്കുകയാണ്. അത്രിയാശ്രമ പ്രവേശം. സപ്തർഷികളിൽ ഒരാളാണ് അത്രി. മരീചി, അത്രി, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, വസിഷ്ഠൻ, അങ്കിരസ് ഇവരാണ് സപ്തർഷികൾ. അതിൽ അത്രി മഹർഷിയുടെ ഭാര്യയുടെ പേരാണ് അനസൂയാദേവി. 10,000 വർഷം വൻ തപസ്സനുഷ്ഠിച്ച പതിവ്രതയായ അനസൂയ. ഈ അനസൂയ പല കഥകളിലും പുരാണ കഥകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ശീലാവതിയുടെ കഥയിൽ അനസൂയ വരുന്നുണ്ട്. അതുപോലെ തന്നെ ത്രിമൂർത്തികളെ കൈക്കുഞ്ഞാക്കി ത്രിമൂർത്തികൾക്ക് മുലപ്പാലൂട്ടി വളർത്തിയ ഒരു കഥ അനസൂയാദേവിയെക്കുറിച്ച് പറയുന്നുണ്ട്. അനസൂയാദേവി എന്താവശ്യപ്പെട്ടാലും നൽകും. അപ്പോൾ നൽകാതിരിക്കുകയാണെങ്കിൽ അനസൂയാദേവിയുടെ പരാജയമല്ലേ, നൽകാതിരിക്കാൻ തക്ക എന്തെങ്കിലും ചോദിക്കാം എന്ന് കരുതി ത്രിമൂർത്തികൾ യുവാക്കളുടെ വേഷം ധരിച്ചു വന്ന് മുലപ്പാൽ ആവശ്യപ്പെടുകയാണ്. ഉടൻ തന്നെ അനസൂയാദേവി പറഞ്ഞു, മുലപ്പാൽ തരാം, പകരം നിങ്ങൾ കൈക്കുഞ്ഞുങ്ങളായി മാറണം. അങ്ങനെ ആ നിമിഷം ത്രിമൂർത്തികളെ കൈക്കുഞ്ഞുങ്ങളാക്കി. ബ്രഹ്മദേവൻ അങ്ങനെ ചന്ദ്രനായി മാറുന്നു, വിഷ്ണു ഭഗവാൻ ദത്താത്രേയനായി മാറുന്നു, ശിവഭഗവാൻ മഹാദേവൻ ദുർവാസാവായി മാറുന്നു. അങ്ങനെ ചന്ദ്രൻ്റെയും അതുപോലെ തന്നെ ദത്താത്രേയൻ്റെയും ദുർവാസാവിൻ്റെയും മാതാവായി മാറി അനസൂയാദേവി ഇവരെ കൈക്കുഞ്ഞുങ്ങളാക്കി അവർക്ക് മുലയൂട്ടുകയാണ്. ഈ കഥയ്ക്ക് പല പാഠഭേദങ്ങളും പലയിടങ്ങളിലും കാണാം. ഏതായാലും ത്രിമൂർത്തികൾക്ക് മാതാവായ അനസൂയാദേവിയും അത്രി മഹർഷിയും അവിടുത്തെ മുനിവൃന്ദവും ഒക്കെ സീതാദേവിയെയും ശ്രീരാമനെയും ലക്ഷ്മണനെയും സ്വീകരിക്കുന്നുണ്ട്. അവിടെ മറ്റൊരു പ്രത്യേകത കൂടി നടക്കുന്നുണ്ട്. അനസൂയയ്ക്ക് സീതയോട് വല്ലാത്ത ഒരു ഇഷ്ടമാണ്, ഒരു സ്നേഹമാണ്. അതുകൊണ്ട് ആശ്രമത്തിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു അംഗരാഗം, കുറിക്കൂട്ടും കർണാഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ നൽകുകയാണ്. മനോഹരമായ ഒരു കാവ്യഭാഗമാണ് ഇവിടെ. ഈ ഭാഗം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ഉജ്ജ്വല മുഹൂർത്തം എന്ന് പറയുന്ന ഒരു കവിതയാക്കി എഴുതിയിട്ടുണ്ട്. ഈ രാമായണത്തിലെ പ്രസിദ്ധമായ പല ഭാഗങ്ങളും നല്ല കവികൾ മനോഹരമായ കൃതികളാക്കി മാറ്റിയിട്ടുണ്ട്. താടക എന്ന ദ്രാവിഡ രാജകുമാരി വയലാറിൻ്റെ പ്രസിദ്ധമായൊരു കവിതയാണ്. അതുപോലെ തന്നെ രാവണപുത്രി മറ്റൊരു കവിതയാണ്. ഇവിടെ വൈലോപ്പിള്ളിയുടെ ഉജ്ജ്വല മുഹൂർത്തം മറ്റൊരു കവിതയാണ്. അതുപോലെ തന്നെ രാമായണത്തിൽ രാവണനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് CN ശ്രീകണ്ഠൻ നായർ രചിച്ച ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന നാടകം, അതുപോലെ ദശരഥനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് രചിച്ച സാകേതം എന്ന് പറയുന്ന നാടകം, അതുപോലെ തന്നെ ഭരതനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് രചിക്കപ്പെട്ട കാഞ്ചനസീത എന്ന് പറയുന്ന നാടകം, ഇങ്ങനെയുള്ള നാടകങ്ങൾ പിന്നെ ഇന്നും നമ്മളിപ്പോൾ ഈ രാമായണത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പോലും നിരവധി കൃതികൾ രാമായണത്തെ ആസ്പദമാക്കി രചിക്കപ്പെടുന്നുണ്ട്. കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീത എന്ന് പറയുന്ന കവിത, ആ കവിതയെ ആസ്പദമാക്കി തന്നെ രചിക്കപ്പെട്ട ആശാന്റെ സീതാകാവ്യം, ഇങ്ങനെ നമ്മൾ പറഞ്ഞാലും തീരാത്ത വിധത്തിൽ ലഭ്യമായിട്ടുള്ള സാഹിത്യകൃതികൾ ഇന്നും രാമായണത്തിനെ ആസ്പദമാക്കി രചിക്കുന്ന സാഹിത്യകൃതികൾ. അതിൽ ഈ അത്രി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്ന സീതാദേവിക്ക് ഈ കുറിക്കൂട്ടും കർണാഭരണങ്ങളും ഉടയാടയും ഒക്കെ നൽകുന്ന ആ ഭാഗം വൈലോപ്പിള്ളി മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ സുന്ദരങ്ങളായിട്ടുള്ള വരികളുണ്ട്. സീതയോട് പറയുന്നുണ്ട്, നീചനാകിലും നാഥൻ ദൈവതം കുലസ്ത്രീക്കു നീ സുഹൃതിനി രാമൻ നിൻ പ്രിയൻ ലോകപ്രിയൻ. പരമദുഷ്ടനാണെങ്കിലും ഒരു സ്ത്രീക്ക് ഭർത്താവെന്ന് പറയുന്നത് കുലദൈവമാണ്. ആ നിലയ്ക്ക് അല്ലയോ സീതേ, നീ സുഹൃതിനിയാണ്. കാരണം നിന്റെ ഭർത്താവായ രാമൻ ലോകർക്ക് പോലും പ്രിയനാണ് എന്ന് അനസൂയ പറയുകയാണ്. എന്നിട്ട് ഈ അംഗരാഗം കുറിക്കൂട്ടും മറ്റുമൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, അമലാഭമീ അംഗരാഗം നീ അണിയുകിൽ കമലാകാന്തൻ പോലെ കാന്തിമാനാം നിൻ കാന്തൻ. ഈ കുറിക്കൂട്ട് നീ അണിയുമ്പോൾ നിന്റെ ഭർത്താവായ ശ്രീരാമചന്ദ്രൻ കമലാകാന്തൻ പോലെ, കമലയുടെ കാന്തനായ കമലം താമരയുടെ കാന്തനായ സൂര്യനെ പോലെ സുന്ദരനായി തീരുമെന്നും കമല ലക്ഷ്മീദേവിയുടെ കാന്തനായ മഹാവിഷ്ണുവിനെ പോലെ സുന്ദരനായി തീരുമെന്നും രണ്ട് തരത്തിൽ വൈലോപ്പിള്ളി അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അനസൂയാദേവി സീതയുടെ വിവാഹ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ വൈലോപ്പിള്ളി തൻ്റെ കാവ്യശൈലിയുടെ കൈയടക്കം, തൻ്റെ ഭാഷയുടെ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ആ മാന്ത്രികത മനോഹരമായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. സീത
തൻ്റെ വിവാഹകഥ ആദ്യം മുതൽ പറയണം. എനിക്കെല്ലാം നിനക്ക് അനുഭവപ്പെട്ടതുപോലെ നീ എന്നെ പറഞ്ഞു കേൾപ്പിക്കണം, ഒട്ടുമേ വിടാതെല്ലാം നീ നിനക്ക് അനുഭവപ്പെട്ട മാതിരി എന്നെ വർണ്ണിച്ച് കേൾപ്പിച്ചാലും എന്നാണ് അനസൂയ പറയുന്നത്. ഉടൻ തന്നെ ലജ്ജ കൊണ്ട് മുഖം കുമ്പിട്ട് മുഖം ചുവന്നു, വിളയാൽ മുഖം ചുവന്നു താഴ്കിലും അകളങ്കശീലയാ മൃദുതയാൽ ഒക്കെയും ചൊന്നാൽ തന്നെ എന്നാണ്. എന്നിട്ട് സീത ജനനം മുതൽ വരെയുള്ള കാര്യങ്ങൾ, സ്വയംവരത്തിൻ്റെ വേദിയിൽ നിൽക്കുന്ന കാര്യങ്ങൾ വളരെ വളരെ ചുരുങ്ങി, അവിടെയാണ് വൈലോപ്പിള്ളിയുടെ കാച്ചിക്കുറുക്കിയ കവിത എന്ന് പറയുന്ന ആ കാവ്യപാഠവും നമുക്ക് വ്യക്തമാകുന്നത്. പൂട്ടിയ ചാലിൽ തന്നെ കണ്ടെടുത്തിതു ഭാഗ്യം, കാട്ടിയ നിധിയെന്നു തന്താതനൊക്കെ തെറ്റി, മകളാക്കിയോരിമ്പം തുടങ്ങി സ്വയംവര പൂക്കളാലിരമ്പുന്ന മിഥിലാപുരി തന്നിൽ, ചിഹ്നമാം ധനുസ്സെന്തും രാഘവൻ മുറിഞ്ഞുള്ളോരിന്ദ്രചാപത്തെ പൂണ്ട മുകിലിൻ പളി നിൽക്കേ, ആ മനോഹരനെത്താൻ പുതുമണ്ണുപോലി മത്തുർമയാൽ മാഴും കണ്ണാൽ കണ്ടതും കുളിർത്തതും അനുരാഗിയാകിലും രാഘവൻ പിതാവിൻ്റെ അനുവാദത്തെ കാത്തു നാൾ കഴിച്ചതുമെല്ലാം, ഓമലാൽ കഥയ്ക്ക് ആ കഥയിൽ ജീവിച്ചള പ്രേമവിസ്മയാഹ്ലാദ വശയാ മനസ്സൂയ. അങ്ങനെ ലൗകിക ജീവിതം ഉപേക്ഷിച്ച് കാട്ടിൽ സപ്തർഷികളിൽ ഒരാളായ അത്രി മഹർഷിയുടെ ഭാര്യയായി ജീവിക്കുന്ന 10,000 വർഷം തപസ് ചെയ്ത അനസൂയ എന്ന് പറയുന്ന വൃദ്ധ താപസിക്ക് പോലും സീതയുടെ വിവാഹ കാര്യങ്ങൾ കേൾക്കാനും ആ വിവാഹപ്പന്തലിൽ സീത അനുഭവിച്ച വികാര തള്ളൽ അറിയാനും ഒക്കെ ആഗ്രഹം ലഭിച്ചുവെങ്കിൽ വൈലോപ്പിള്ളി പറയുന്നു, ഇവിടെ സന്യാസം ലൗകികതയെ ആശ്ലേഷിക്കുകയാണ്. ലൗകികത എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത, ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ്. സന്യാസിനിമാർക്ക് പോലും അതിനോടൊരു മമതയും താല്പര്യവും കാണും. സ്വന്തം മകളെ പട്ടും പൊന്നും ഒക്കെ ചാർത്തിച്ച് മണാളൻ്റെ അരിയെ നിർത്തി കണ്ട് കണ്ണിറയ്ക്കുവാൻ ഏതമ്മയ്ക്കാണ് ആഗ്രഹമില്ലാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ വൈലോപ്പിള്ളി ചോദിക്കുന്നു. അവസാനം ഇങ്ങനെയൊക്കെ ജീവിതത്തിനെ സ്നേഹിക്കുമ്പോഴും ദുഷ്ടതയുടെ കടുവിൽ ഒളിയുന്നില്ല. അന്നൊരു പുലർകാലെ തമസാ നദീകൂലെ അഞ്ചിത രാഗം തമ്മിൽ കൊക്കുചേർത്തൊരു കൊമ്പിൽ തഞ്ചിടും ക്രൗഞ്ചങ്ങളിൽ ഒന്നിനെ വനവേടൻ കൊന്നുവീഴ്ത്തിയ നോവാൽ ആദിമ കവി വാർത്ത കണ്ണുനീർ ഒരു പെരുംകടലായി പരക്കുന്നു എന്നും വൈലോപ്പിള്ളി പറയുന്നു. അപ്പോൾ ഈ കഥാഭാഗം വൈലോപ്പിള്ളി തിരഞ്ഞെടുത്തിരിക്കുന്നത് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ സീത, രാമ, ലക്ഷ്മണന്മാർ പ്രവേശിക്കുകയും മഹർഷിയുടെ ഭാര്യയും അവരെ സൽക്കരിക്കുകയും ചെയ്ത ഫലമൂല ആഹാരങ്ങൾ കൊടുത്താണ് സൽക്കരിക്കുന്നത്. വൈകുന്നേരം ഓടലെണ്ണയുടെ വെളിച്ചത്തിൽ എല്ലാവരും ഫലമൂലാഹാരങ്ങൾ കഴിച്ച് തൃപ്തരായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്ര മനോഹരമായൊരു ഭാഗമാണ് അത്യാശ്രമ പ്രവേശം. ഏതായാലും അടുത്ത അധ്യായത്തിൽ മറ്റൊരു വിശേഷവുമായി വരാം. നന്ദി, നമസ്കാരം.